അവിടെന്ന് പറയുകയാ ലഅല്ലല്ലാഹു അയ്യർസുഖനി ഷഹാദ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ബദറിൽ പോയി ഷഹീദാകണം നബിയേ. ആ 16 വയസ്സുകാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. ടാബിന് വേണ്ടിയല്ല, കമ്പ്യൂട്ടറിന് വേണ്ടിയല്ല, കറങ്ങാൻ പോകാനല്ല, ബൈക്ക് വാങ്ങാനല്ല, ടൂറ് പോകാനല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് ആ 16 വയസ്സുകാരൻ കരയുകയാ. എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ബദറിൽ പങ്കെടുക്കണം നബിയേ. ആ പൊന്നുമോന്റെ കരച്ചില് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ അനുവാദം കൊടുക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് പറയുകയാണ്, വാളും പരിചയം പിടിക്കാൻ പോലും അറിയില്ലടോ, എങ്ങനെയാണത് കെട്ടേണ്ടതെന്ന് പോലും അറിയില്ല. എന്റെ സഹോദരന് ഞാനാണ് ആ പരിച വെച്ച് കെട്ടിക്കൊടുത്തത്. അവിടെ പോയി ഷഹീദ എന്ന് പറയുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കടാ മോനെ, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കണം. ആരാണ് ബദരീങ്ങള്? ഇവരുടെ ചരിത്രമാണ് നീ വായിച്ചു നോക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പഠിക്കണം. ഇന്നത്തെ യുവതലമുറ മറന്നുപോയടോ. അല്ലാഹുവിന്റെ റസൂലും ബദരീങ്ങളെ കുറിച്ചൊക്കെ ഇന്നത്തെ മക്കളെ മറന്നുപോയി. അവർക്ക് ആരാണെന്നറിയില്ല. ഇന്ന് സാധാരണ റമദാനിൽ ഒരു ദിവസം പോലെ കടന്നു വരുന്നു. അന്നെന്ത് പ്രത്യേകതയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രമെടുത്ത് നോക്ക്. അഫ്രഇന്റെ 2 മക്കൾ, അഫ്ര എന്ന് പറയുന്ന മനുഷ്യന്റെ 2 മക്കൾ, അല്ലാഹുവേ, ചരിത്രമെടുത്ത് ചരിത്രമെടുത്ത് നോക്കിയാൽ മുഅബ്ബദും മുഅവ്വിദും 2 കുട്ടികളാണ്. 8ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഈ മക്കൾ ഇസ്ലാമിലേക്ക് വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുആദും മുഅവ്വിദും എന്ന് പറയുന്ന 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ചരിത്രമെടുക്ക്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഈ കുട്ടികൾ ഇസ്ലാമിലേക്ക് വന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സഹാബി പറയുന്നു, ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ എന്റെ വലതും ഇടതും 2 കുട്ടികളാണ് നിൽക്കുന്നത്. അപ്പൊ മഹാനവറുകൾ ചിന്തിച്ചു, പടച്ചവനെ, വല്ല യോദ്ധാക്കന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഈ കുട്ടികളെ എന്റെ വലതും ഇടതും നിൽക്കണേ. അപ്പൊ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ആ സമയത്ത് ആ 2 കുട്ടികളിൽ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, യാ അമ്മി. നമ്മള് മാമാ മാമാ എന്നൊക്കെ വിളിക്കൂലേ, കാക്കാ കാന്ന് വിളിക്കണ പോലെ ഈ 2 മക്കൾ അടുത്ത് നിന്നിട്ട് മഹാനവറുകൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാ, ഈ കുട്ടികൾ ചോദിക്കുന്നു, ഹൽ തഅരിഫു അബാ ജഹൽ.